ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രില്ലർ മാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ദാണ്ടേ ഇതാണ്. യെസ്, എന്തൊരു കിടിലൻ ത്രില്ലർ പോരാട്ടമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഒടുവിൽ ക്രിക്കറ്റ് പ്രേമികളെ മുഴുവനും ആവശ്യത്തിന് മുൾമുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് RCB വിജയിച്ചു കയറിയിരിക്കുന്നു. RCB ആരാധകരെ കോരിത്തെരിപ്പിച്ചൊരു മത്സരം. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയെങ്കിൽ കൂടി അവസാനം അവർക്ക് വേദന മാത്രം സമ്മാനിച്ചൊരു മത്സരം. അങ്ങനെ ഒരുപാട് ഡൈമെൻഷൻസിലൂടെ കടന്നു പോകണം ഈ ഒരു കളിയെക്കുറിച്ച് പറയുമ്പോൾ. ഏതായാലും ഹാർദിക് പാണ്ഡ്യ എന്ന മനുഷ്യനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഒരു ഘട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് 100% തോറ്റു എന്ന് ഉറപ്പിച്ചെടുത്തിരുന്നാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പോരാട്ട വീര്യത്തെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് തുടരാം. മുംബൈ ഇന്ത്യൻസിനെതിരെ RCB 12 റൺസിനാണ് വിജയിച്ച് കയറിയിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് വാങ്കഡയിൽ മുംബൈ ഇന്ത്യൻസിനെ RCB തോൽപ്പിക്കുന്നതും. ഈ ഒരു കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB കിങ് കോഹ്ലിയുടെയും രജത് പട്ടിദാറിന്റെയും അതേപോലെ തന്നെ ജിതേഷ് ശർമ്മയുടെയും ഒക്കെ ഗംഭീര ബാറ്റിംഗിന്റെ മികവിലാണ് 222 എന്ന നല്ലൊരു ടോട്ടൽ തന്നെ എടുക്കുന്നത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ നിശ്ചിത 20 ഓവറുകളിൽ 209 റൺസിലേക്കാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഇന്നിംഗ്സ് അവസാനിക്കുന്നതും. തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന്റെ മറുപടി ബാറ്റിംഗിൽ ആദ്യ 10 ഓവറുകൾ കഴിയുമ്പോൾ മുംബൈ ഇന്ത്യൻസ് എവിടെയും വിജയിക്കുമെന്നുള്ള തോന്നൽ പോലും ആർക്കും ഉണ്ടായി കാണില്ല. പക്ഷെ പിന്നീട് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും നടത്തിയിട്ടുള്ള ഒരു പോരാട്ട വീര്യമുണ്ട്. അതിന് കൈയടിച്ച് മതിയാവുകയുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ റിട്ടയർഡ് ഔട്ടായിട്ട് മടങ്ങേണ്ടി വന്ന തിലക് വർമ്മ ഈ ഒരു കളിയിൽ കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു പ്രകടനത്തിന് എങ്ങനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. യെസ്, വാട്ട് എ പെർഫോമൻസ്, വാട്ട് എ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് എന്ന നിലയിൽ വീണുപോയ മുംബൈ ഇന്ത്യൻസിനെ തിലക് വർമ്മയും ഹാർദിക്കും ചേർന്നുകൊണ്ട് 5-ാം വിക്കറ്റിൽ 89 റൺസിന്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ത്രില്ലർ വിജയം MI സ്വന്തമാക്കുമെന്ന് തോന്നിപ്പിച്ച സമയത്താണ് 29 പന്തുകളിൽ 56 റൺസ് നേടിയ തിലകിനെ ഭുവനേശ്വർ കുമാർ പുറത്താക്കുന്നത്. പിന്നീട് 2 ഓവറുകളിൽ 28 റൺസാണ് MIക്ക് വിജയിക്കാൻ വേണ്ടത്. 19ാമത്തെ ഓവറിലെ ആദ്യത്തെ പന്തിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ നഷ്ടമാവുന്നു. 15 പന്തുകളിൽ 280 മുകളിൽ വരുന്ന സ്ട്രൈക്ക് റേറ്റിൽ 42 റൺസാണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ നേടിയിട്ടുണ്ടായിരുന്നത്. ജോഷ് ഹേസൽവുഡ് ആണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് സ്വന്തമാക്കുന്നതും. തീർച്ചയായിട്ടും തൊട്ടാൽ പൊള്ളുന്ന ഒരു ഫോമിലായിരുന്നു ഹാർദിക് കളിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു അല്പനേരം കൂടി അദ്ദേഹം ക്രീസിൽ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് എല്ലാ MI ആരാധകരും ആഗ്രഹിക്കുന്നുണ്ടാവും. ഏതായാലും ഇതോടുകൂടി അവസാനത്തെ ഓവറിൽ 19 റൺസ് MIക്ക് വിജയിക്കാൻ വേണം. ആ ഒരു വലിയ ബോളിംഗ് ദൗത്യം ഏറ്റെടുക്കുന്നത് കൃണാൽ പാണ്ഡ്യ ആയിരുന്നു. പാണ്ഡ്യ ആദ്യ പന്തിൽ തന്നെ മിച്ചൽ സാൻഡറിനെ ഔട്ടാക്കുന്നു. തൊട്ടടുത്ത പന്തിൽ ദീപക് ചാഹറിനെ സിക്സർ എന്ന് തോന്നിപ്പിച്ചൊരു ഷോട്ട് ഫിൽസാൾട്ടിന്റെയും ടിം ഡേവിഡിന്റെയും തകർപ്പനൊരു ക്യാച്ചിനാണ് വിക്കറ്റ് നഷ്ടമാവുന്നത്. നമാന്തിയറിനെ പുറത്താക്കി ആ ഒരു ഓവറിലെ 3ാമത്തെയും മത്സരത്തിൽ തന്നെ 4ാമത്തെയും വിക്കറ്റ് കൃണാൽ പാണ്ഡ്യ വീഴ്ത്തിക്കൊണ്ട് RCB വിജയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. യെസ്, കൃണാൽ പാണ്ഡ്യയുടെ ആ ഒരു അവസാന ഓവറിലെ ഗംഭീര ബോളിംഗ് പെർഫോമൻസിന് കൈയടിക്കണം. ഹാർദിക് പാണ്ഡ്യയുടെ തകർപ്പൻ ബാറ്റിംഗിന് കൈയടിച്ചേ പറ്റൂ. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു കളി പാണ്ഡ്യ ബ്രദേഴ്സ് കൊണ്ടുപോയി എന്ന് പറയുന്നതാവും ശരി. പക്ഷേ ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് ഹാർദിക്കിന്റെ MI തോൽവി അറിഞ്ഞിരിക്കുകയാണ്. കളിച്ച 5 കളികളിൽ നിന്ന് ഒരേ ഒരു വിജയം മാത്രമാണ് മുംബൈ ഇന്ത്യൻസിനുള്ളതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.